ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓഡാസിറ്റി എന്ന സോഫ്റ്റ്വെയറിനെ കുറിച്ച് ഒരുപാട് പേർ കേട്ട് കാണും, എന്നാൽ കുറേ പേർ ഇത് ഉപയോഗിച്ച് കാണില്ല. അതിനാൽ തന്നെ ഈ ഓഡാസിറ്റി എന്താണ് എന്നും എങ്ങനെയാണ് നമുക്കിത് യൂസ് ചെയ്യേണ്ടത്, ഇതിനെക്കുറിച്ചെല്ലാം ചെറിയ ഒരു ബേസിക് ഇൻഫർമേഷനാണ് ഈ വീഡിയോയിലൂടെ നൽകുന്നത്. ഓഡാസിറ്റി എന്നത് നമുക്ക് ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാനും ഓഡിയോയ്ക്ക് എഫക്ട്സ് എല്ലാം നൽകുന്നതിനും അതുപോലെ നമ്മുടെ ഓഡിയോയിൽ നിന്നും നോയ്സ് എല്ലാം ഒഴിവാക്കുന്നതിന് ഇത്തരത്തിൽ ഒരുപാട് ഫീച്ചേഴ്സ് എല്ലാം ഈ ഓഡാസിറ്റി എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ നൽകുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഓഡാസിറ്റി എന്നത് ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നവർക്ക്, യൂട്യൂബേഴ്സിന്, അതുപോലെ ഓഡിയോയുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യുന്നവർക്കെല്ലാം വളരെ ഉപകാരം ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാവുന്ന ഒരു സോഫ്റ്റ്വെയർ ആയതുകൊണ്ട് തന്നെയാണ് ഇത് വളരെയധികം പോപ്പുലർ ആയത്. അതായത് നമുക്ക് ഇത്തരത്തിൽ പലവിധ ഓഡിയോ റെക്കോർഡിംഗ് സോഫ്റ്റ്വെയർസ് എല്ലാം നമ്മൾ പേയ്മെന്റ് എല്ലാം നൽകിയായിരിക്കും യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമുക്ക് ഇത്തരത്തിൽ പേയ്മെന്റ് എല്ലാം കൊടുക്കേണ്ടതായി വരും. എന്നാൽ ഇവിടെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയർ ഫ്രീ ആയി ഡൗൺലോഡ് ചെയ്യാനെല്ലാം സാധിക്കും. അതിനാൽ തന്നെ നമുക്ക് ഓഡാസിറ്റി ഇത് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടത് എന്ന് നോക്കാം. ഇപ്പോൾ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്നതാണ് ഓഡാസിറ്റി എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ. ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന വിൻഡോ. ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് എല്ലാം വരുന്നുണ്ട്. ഇവിടെ ആദ്യമായി നമ്മൾ ഇത്തരത്തിൽ നമുക്കൊരു ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യണമെങ്കിൽ ഇപ്പോൾ നിങ്ങൾ USB മൈക്ക് അല്ലെങ്കിൽ നിങ്ങൾ മറ്റു മൈക്കുകളെല്ലാം എക്സ്റ്റേണൽ മൈക്കുകളെല്ലാമാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഇന്റേണൽ ഓഡിയോ, അതായത് നിങ്ങളുടെ സിസ്റ്റത്തിന്റെ ഇന്റേണൽ ഓഡിയോ വെച്ചാണോ നിങ്ങൾ റെക്കോർഡ് ചെയ്യുന്നത്, എത്തരത്തിലാണ് നിങ്ങൾ ഈ ഒരു സോഫ്റ്റ്വെയറിൽ റെക്കോർഡ് ചെയ്യുന്നത്, ഇതെല്ലാം നമ്മൾ ആദ്യം സെറ്റ് ചെയ്യണം. ഇതിനായി നമ്മൾ ആദ്യം തന്നെ ഈ ഒരു ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇവിടെ ഓഡിയോ സെറ്റപ്പ് എന്നൊരു ഓപ്ഷൻ ലഭിക്കും. ഇവിടെ ഓഡിയോ സെറ്റപ്പ് എന്നതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഓഡിയോ സെറ്റിംഗ്സ് എന്നൊരു ഓപ്ഷൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഇവിടെ നിങ്ങൾക്ക് പ്ലേ ബാക്ക് എന്നത് നമ്മൾ ഇപ്രകാരം റെക്കോർഡ് ചെയ്ത് ഇത് പ്ലേ ചെയ്യുമ്പോൾ എവിടെയാണ് ഇത് പ്ലേ ബാക്ക് ചെയ്യേണ്ടത് അല്ലെങ്കിൽ പ്ലേ ചെയ്യേണ്ടത് എന്നതാണ്. അതായത് നിങ്ങളുടെ സിസ്റ്റത്തിലുള്ള സ്പീക്കറിൽ വേണോ, ഇനി അല്ല നിങ്ങൾ എക്സ്റ്റേണൽ സ്പീക്കർ എല്ലാം കണക്ട് ചെയ്തിട്ടുണ്ട് എങ്കിൽ അത് ഇവിടെ ഡിസ്പ്ലേ ചെയ്യുകയും അത് നിങ്ങൾക്ക് ഓപ്ഷനായി സെലക്ട് ചെയ്യാനും സാധിക്കും. അപ്പോൾ എത്തരത്തിലാണ് നമ്മൾ ഈ പ്ലേ ചെയ്യുന്നത്, ഇതിൻ്റെ ഔട്ട്പുട്ട് വേണ്ടത് എന്നാണ് ഇവിടെ ചോദിക്കുന്നത്. ഇനി നമുക്ക് ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം എന്ന് പറയുന്നത് ഇത് റെക്കോർഡിംഗ് ആണ്. ഇവിടെ നമ്മുടെ റെക്കോർഡിംഗ് ഡിവൈസ് ഏതാണ് എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ നിങ്ങൾ സിസ്റ്റം യൂസ് ചെയ്തെല്ലാമാണ് റെക്കോർഡ് ചെയ്യുന്നത്, അതായത് സിസ്റ്റം മൈക്ക് യൂസ് ചെയ്താണെങ്കിൽ ഇവിടെ നിങ്ങൾ അത് സെലക്ട് ചെയ്യുക. അല്ല നിങ്ങൾ എക്സ്റ്റേണൽ മൈക്ക് എല്ലാമാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എങ്കിൽ അതെല്ലാം ഇവിടെ കാണിക്കും. അതിനാൽ തന്നെ ആ ഓപ്ഷനിൽ നിന്നും നിങ്ങൾക്ക് അത് സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഞാൻ മൈക്രോഫോൺ ത്രോൺ മാക്സ് M-Drill 1 എന്ന് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം സ്റ്റീരിയോ അല്ലെങ്കിൽ മോണോ ആയിട്ടാണോ നമ്മൾ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നത്, ഇതെല്ലാം നിങ്ങൾക്ക് ഇവിടെ സെലക്ട് ചെയ്യാൻ സാധിക്കും. ഞാൻ ഇവിടെ സ്റ്റീരിയോ മോഡിലാണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. അതിനുശേഷം പ്രൊജക്റ്റ് സാമ്പിൾ റേറ്റിൽ നിങ്ങൾക്ക് വേണ്ട പ്രൊജക്റ്റ് സാമ്പിൾ റേറ്റ് എല്ലാം ഇവിടെ കൊടുക്കാം. ഇപ്പോൾ എൻ്റെ മൈക്ക് സപ്പോർട്ട് ചെയ്യുന്നത് 48,000 അതുപോലെ 16 ബിറ്റ് എല്ലാമാണ്. അതിനാൽ തന്നെ ഞാൻ അത് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രൊജക്റ്റിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്കിൻ്റെ കപ്പാസിറ്റി എല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ ചേഞ്ചസ് എല്ലാം വരുത്തി നിങ്ങൾക്ക് വേണ്ട രീതിയിൽ നിങ്ങൾക്ക് ഈ ഓഡിയോ റെക്കോർഡ് ചെയ്യാനുള്ള സെറ്റിങ്സ് അല്ലെങ്കിൽ പ്രൊജക്റ്റ് സെറ്റിംഗ് എല്ലാം കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഈ ഒരു ഓപ്ഷനിലാണ് സാധാരണ റെക്കോർഡ് ചെയ്യാറ്. ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന മൈക്രോഫോൺ ത്രോൺ മാക്സ് M-Drill 1 എന്നത് ഇവിടെ വന്നിട്ടുണ്ട്. അതിനുശേഷം ഇത്രയും സെറ്റ് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ എക്സ്റ്റേണൽ മൈക്രോഫോൺ ഇത് റെക്കോർഡിങ്ങിന് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ വരുന്ന ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഇതാണ് നമ്മുടെ റെക്കോർഡ് മീറ്റർ. അതുപോലെ ഇവിടെ നമുക്ക് പ്ലേ ബാക്ക് മീറ്റർ എന്ന് വന്നിട്ടുണ്ട്. റെക്കോർഡ് മീറ്ററിൽ നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിൻ്റെ അതുപോലെ പ്ലേ ബാക്ക് മീറ്ററിൽ നമ്മൾ പ്ലേ ബാക്ക് ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്ന ഇതിൻ്റെ ഇൻഫർമേഷൻ എല്ലാം കാണാൻ സാധിക്കും. ഉദാഹരണമായി നമുക്കിപ്പോൾ ഇവിടെ ഈ ഒരു മൈക്രോഫോൺ യൂസ് ചെയ്ത് ഇപ്പോൾ ഞാൻ ഇവിടെ ഒരു ഓഡിയോ റെക്കോർഡ് ചെയ്യുകയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഇതിലാണ് ഈ റെക്കോർഡിംഗ് ലെവലെല്ലാം ചേഞ്ച് ചെയ്യാൻ സാധിക്കുക. ഈ മീറ്ററിൽ ഇപ്രകാരം നിങ്ങളുടെ മൈക്കിൻ്റെ പവറിനനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ മൈക്കിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഓഡിയോ അല്ലെങ്കിൽ ഇത് ക്ലിപ്പിംഗ് ഒന്നും വരാത്ത രീതിയിൽ സെറ്റ് ചെയ്ത് നിങ്ങൾക്ക് റെക്കോർഡ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് ഇവിടെ റെക്കോർഡിംഗ് ലെവലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കും. ഉദാഹരണമായി നിങ്ങളുടെ എക്സ്റ്റേണൽ മൈക്കിൽ തന്നെ നിങ്ങൾക്ക് വോളിയം അഡ്ജസ്റ്റ് ചെയ്യാനെല്ലാം സാധിക്കും.
അതിനാൽ തന്നെ അവിടെ നിങ്ങൾ വോളിയം എല്ലാം കൂടുതലായി വെച്ചിട്ടുണ്ട് എങ്കിൽ ഇപ്രകാരം നിങ്ങൾക്ക് ഇവിടെ ക്ലിപ്പിംഗ് ഒന്നും വരാത്ത രീതിയിൽ അതിൽ എത്ര വോളിയമാണ് വരേണ്ടത് അതെല്ലാം ഇവിടെ സെറ്റ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ഇവിടെ 85 അല്ലെങ്കിൽ 100 എന്നാണ് കൊടുക്കുന്നത് എന്ന് കരുതുക. ഇപ്രകാരം കൊടുത്തതിന് ശേഷം നമുക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടി ഈ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയാണ് വേണ്ടത്. ഇപ്പോൾ ഞാൻ ഇവിടെ റെക്കോർഡ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു മൈക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വേവ്സ് എല്ലാം വരുന്നത് കാണാം. ഇപ്പോൾ ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം റെക്കോർഡ് ആകുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ റെഡ് മാർക്ക് എല്ലാം വരുന്നുണ്ട്. അപ്പോൾ ഈ റെഡിലേക്ക് വരുമ്പോൾ ഇത് ക്ലിപ്പിംഗ് ആയിട്ടുണ്ട്. അതായത് നമ്മുടെ ഓഡിയോ കറക്റ്റായി ക്യാപ്ചർ ആകുന്നില്ല, അല്ലെങ്കിൽ ഇത് വളരെ ലൗഡ് ആയിട്ടുള്ള ഒരു വോയിസ് എല്ലാമാണ് വരുന്നത്. അതിനാൽ തന്നെയാണ് നമുക്ക് ഈ അഡ്ജസ്റ്റ് ഓപ്ഷൻ വരുന്നത്. ഈ റെക്കോർഡിംഗ് ലെവൽ നമ്മൾ ഇതുപോലെ താഴത്തേക്ക് ഇപ്പോൾ 80% കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഗ്രീൻ സിഗ്നൽ മാത്രമായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. അതിനാൽ തന്നെ ഇവിടെ നിങ്ങൾക്ക് ക്ലിപ്പിംഗ് ഒന്നുമില്ലാത്തൊരു ഓഡിയോ വേവ്സ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. അതുപോലെ ഇവിടെ ഇത് ഗ്രീനിലായത് കൊണ്ട് തന്നെ സേഫായി ഇപ്പോൾ ഇത് റെക്കോർഡ് ആകുന്നുണ്ട് എന്നതാണ് ഇവിടെ അർത്ഥമാക്കുന്നത്. ഇനി ഇത്തരത്തിൽ നമുക്കിത് നല്ല രീതിയിൽ റെക്കോർഡ് എല്ലാം ചെയ്തതിന് ശേഷം സ്റ്റോപ്പ് ചെയ്യുന്നതിന് ഇവിടെ നമുക്ക് സ്റ്റോപ്പ് ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. ഇവിടെ ടാപ്പ് ചെയ്ത് നമുക്ക് സ്റ്റോപ്പ് എന്ന് കൊടുക്കാം. ഇനി ഇത് നിങ്ങൾക്ക് പ്ലേ ചെയ്യണമെങ്കിൽ ഇത്തരത്തിൽ ഇത് ഡ്രാഗ് ചെയ്തതിന് ശേഷം നമുക്ക് ആദ്യം മുതൽ ഇത് പ്ലേ ചെയ്യണമെങ്കിൽ ജസ്റ്റ് ഞാൻ ഇവിടെ പ്ലേ ചെയ്ത് കാണിക്കാം. ഇവിടെ ഞാൻ ഈ ഒരു ലൈൻ വെച്ചിട്ടുണ്ട്. റെക്കോർഡ് എന്നതിൽ ടാപ്പ് ചെയ്തതിന് ശേഷം ഇപ്പോൾ ഇവിടെ ഈ ഒരു മൈക്ക് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ഇവിടെ വേവ്സ് എല്ലാം വരുന്നത് കാണാം. ഇപ്പോൾ ഇത് റെക്കോർഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്രകാരം റെക്കോർഡ് അപ്പോൾ അവിടെ ആ ഒരു സൗണ്ട് ക്ലാരിറ്റി ഇത്തരത്തിൽ വേവ്സ് എല്ലാം കൂടിയ ഭാഗത്ത്, അതായത് ഈ ക്ലിപ്പിംഗ് എല്ലാം വരുമ്പോൾ കുറച്ച് സൗണ്ട് ക്ലാരിറ്റി എല്ലാം മിസ്സാകുന്നത് കാണാം. അതിനാൽ തന്നെയാണ് നമ്മൾ ഇവിടെ ഈ വോളിയം എല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഇനി നിങ്ങൾക്ക് ഇവിടേക്ക് വരുമ്പോൾ കാണാം ഇത്തരത്തിൽ നമ്മൾ വോളിയം അഡ്ജസ്റ്റ് ചെയ്ത് റെക്കോർഡ് ചെയ്തത് ഇത് നല്ല രീതിയിൽ റെക്കോർഡ് ആയിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഇതൊന്ന് പ്ലേ ചെയ്ത് നോക്കാം. ഇതുപോലെ താഴത്തേക്ക് ഇപ്പോൾ 80% കൊടുക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം ഇവിടെ ഈ ഒരു ഗ്രീൻ സിഗ്നൽ മാത്രമായിട്ടാണ് നമുക്ക് കാണിക്കുന്നത്. ഇത്തരത്തിലാണ് നിങ്ങൾക്ക് ഈ ഒരു അഡ്ജസ്റ്റ്മെന്റ് എല്ലാം ചെയ്ത് നിങ്ങളുടെ ഓഡിയോ എല്ലാം റെക്കോർഡ് ചെയ്യാൻ സാധിക്കുക. അതുപോലെ എങ്ങനെയാണ് ഈ ഒരു ഓഡിയോയിൽ നിന്നും നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് നോയ്സ് എല്ലാം റിമൂവ് ചെയ്യുന്നത്, അതുപോലെ നമുക്ക് പെർഫെക്റ്റ് ആയ ഒരു ഓഡിയോ എല്ലാം ലഭിക്കുന്നത്, ഇതിനെക്കുറിച്ച് ഞാൻ നേരത്തെ ഒരു വീഡിയോ ചെയ്തതാണ്. അപ്പോൾ ആ ഒരു വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. ഇനി നമുക്ക് ഇത്തരത്തിൽ ഈ ഓഡിയോയ്ക്ക് പലവിധ എഫക്ട്സ് എല്ലാം കൊടുക്കുന്നതിന്, ഉദാഹരണമായി ബേസ്, ട്രിബിൾ, അതുപോലെ നമ്മുടെ സൗണ്ടിന് വേണ്ട അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം നടത്തുന്നതിനെല്ലാം ഈ ഒരു ആപ്ലിക്കേഷനിൽ ഒരുപാട് ഓപ്ഷൻസ് എല്ലാം നൽകിയിട്ടുണ്ട്. ഇതിനെക്കുറിച്ചെല്ലാം നിങ്ങൾക്ക് യൂട്യൂബിൽ ഒരുപാട് ട്യൂട്ടോറിയൽസ് എല്ലാം കാണാം. അപ്പോൾ നിങ്ങളുടെ സൗണ്ടിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട രീതിയിൽ എഫക്ട്സ് എല്ലാം കൊടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ വീഡിയോയ്ക്ക് അല്ലെങ്കിൽ നിങ്ങളുടെ ഓഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റിയിൽ നല്ലൊരു ഔട്ട്പുട്ട് എല്ലാം നിങ്ങൾക്ക് കണ്ടെത്താൻ സാധിക്കും. അതുവഴി നിങ്ങൾക്ക് ഇത് യൂട്യൂബ് ചാനലിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മറ്റ് ആവശ്യങ്ങൾക്കെല്ലാം യൂസ് ചെയ്യുമ്പോൾ അതിൻ്റെതായ റിസൾട്ട്, അതായത് നല്ല റിസൾട്ട് എല്ലാം നിങ്ങൾക്ക് ഇതിൽ നിന്ന് തന്നെ ലഭിക്കും. ഇനി നമുക്ക് ഇത്തരത്തിൽ നമ്മൾ റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഈ ഒരു ഓഡിയോ ഇത് നമ്മൾ എങ്ങനെയാണ് സേവ് ചെയ്യുക എന്ന് നോക്കാം. ഇതിനായി നമ്മൾ ഇവിടെ ഫയൽ എന്നതിൽ പോയതിനു ശേഷം എക്സ്പോർട്ട് ഓഡിയോ എന്നൊരു ഓപ്ഷൻ വന്നിരിക്കുന്നത് കാണാം. ഇവിടെ നമുക്ക് പലവിധ ഓപ്ഷൻസ് എല്ലാം ഉണ്ട്. ഞാൻ ഇത് സ്റ്റീരിയോയിൽ റെക്കോർഡ് ചെയ്തത് കൊണ്ട് തന്നെ സ്റ്റീരിയോ എന്ന് കൊടുത്താണ് ഇത് സേവ് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് ഫയൽ നെയിം എല്ലാം കൊടുക്കാം. ഇപ്പോൾ ഞാൻ ഇവിടെ ഫയൽ നെയിം ടെസ്റ്റിംഗ് എന്ന് കൊടുത്തിട്ടുണ്ട്. ഇപ്രകാരം ടെസ്റ്റിംഗ് എന്നത് കൊടുത്തതിന് ശേഷം ഇവിടെ നമുക്ക് ഇത് ഏത് ഫോൾഡറിലേക്കാണ് സേവ് ചെയ്യേണ്ടത് എന്നെല്ലാം സെറ്റ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ ഇത് നിങ്ങൾ കറക്റ്റായി നിങ്ങൾക്ക് വേണ്ട ഫോൾഡർ എല്ലാം സെലക്ട് ചെയ്ത് പാത്ത് എല്ലാം നിങ്ങൾ കറക്റ്റായി സെറ്റ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നിങ്ങൾക്ക് വേവ് വേണോ, MP3 വേണോ, അതോ മറ്റു പല ഫോർമാറ്റ്സുകളെല്ലാം ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ നിങ്ങളുടെ പ്രൊജക്റ്റിനനുസരിച്ച് നിങ്ങൾക്ക് വേണ്ട റിക്വയർമെൻ്റ് അനുസരിച്ചുള്ള ഈ ഒരു ഫോർമാറ്റ് എല്ലാം സെലക്ട് ചെയ്യാം. ഞാൻ ഇവിടെ വേവ് ഫോർമാറ്റ് എല്ലാമാണ് കൊടുത്തിരിക്കുന്നത്. അതിനുശേഷം എക്സ്പോർട്ട് എന്ന് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ സാധിക്കും ഇത് നമുക്ക് സേവ് ആയിട്ടുണ്ട്. ഞാൻ ഇത് ഡെസ്ക്ടോപ്പിലാണ് സേവ് ചെയ്തിരിക്കുന്നത്. അതിനാൽ തന്നെ നിങ്ങൾക്ക് ഇവിടെ ടെസ്റ്റിംഗ് എന്ന് ഡെസ്ക്ടോപ്പിൽ വന്നിരിക്കുന്നത് കാണാം. ഇപ്രകാരം ഈ ഒരു ഫയൽ നമുക്ക് നമ്മുടെ വർക്കിനെല്ലാം യൂസ് ചെയ്യാം. ഈ ഒരു ഒഡാസിറ്റി എന്ന ഈ ഒരു സോഫ്റ്റ്വെയർ ഒരുപാട് യൂട്യൂബേഴ്സ് അവരുടെ വീഡിയോയ്ക്ക് നല്ല ക്ലാരിറ്റി ഓഡിയോ എല്ലാം നൽകുന്നതിന് യൂസ് ചെയ്യുന്നുണ്ട്.
നിങ്ങളും ഇതുവരെ ഈ ഒരു ആപ്ലിക്കേഷൻ ട്രൈ ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇതുപോലെ യൂട്യൂബ് ചാനലെല്ലാമുള്ള നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് കൂടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് കൂടി ഈ ഇൻഫർമേഷൻ എല്ലാം ഉപകാരപ്പെടട്ടെ. പുതിയ അറിവുകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക്